ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം. വലിയ നോയമ്പിൻ്റെ 7-ാം ദിവസമായ ഇന്ന്, ഈ നോയമ്പിലെ 2ാമത്തെ ഞായറാഴ്ചയായ ആ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗർഭോ ഞായർ എന്ന് ഇതിനെ അറിയുന്നു. സെബസ്ത്യായിലെ 40 സഹോദരന്മാരുടെ ഓർമ്മ, അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ 134-ാം ഓർമ്മ അങ്കമാലി ചെറിയ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്ന് നാം കുർബാന മധ്യേ വായിച്ച് കേൾക്കുന്നതായ വിശുദ്ധ എവൻഗലിയോൻ, വിശുദ്ധ ലൂക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയും 4-ാം അധ്യായം 40 മുതൽ 41 വരെയുമുള്ള വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കാൻ പോകുന്നത്. ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് വായിച്ചു തുടങ്ങുന്ന ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ട്രസ്റ്റ് ഓഫ് ദി പേഴ്സൺ ടു ദി കോഡ്. ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസം. രണ്ടാമത്തത്, ഗോഡ്സ് അഷുറൻസ് ടു ദി പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തെ തിരികെ കൊടുക്കുന്ന ആ ഉറപ്പ്. മൂന്നാമത്തത്, അഡിയറൻസ് ടു ദി പ്രസന്റ് റൂൾസ്. നിയമത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നതാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസം. അവൻ യേശുവിനെ കണ്ടിട്ട് അവനെ തിരിച്ചറിഞ്ഞു, ഇവനാണ് എൻ്റെ രക്ഷിതാവെന്ന്. കവിഴ്ന്നു വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിക്കുന്നു. ഇങ്ങനൊരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടതായ ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. അവൻ്റെ വിശ്വാസം കണ്ടിട്ട് യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. കുഷ്ഠം ഒരു രോഗമല്ലെങ്കിലും ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ പാപത്തിൻ്റെ ശിക്ഷയായി ഇത് ഭവിച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 9-10 വായിക്കുമ്പോൾ മോശയുടെ സഹോദരി മിരിയാം രോഗിയാകുന്നതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് ഏലീശയുടെ ബാല്യക്കാരനായ ഗേഹസിക്ക് സംഭവിക്കുന്നത് നാം ഇവിടെ കാണുന്നു. ആരാൻ രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കും എന്ന് ഏലീശ അവനോട് പറഞ്ഞതുപോലെ അവന് സംഭവിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഉസിയ രാജാവിന് സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. എപ്പോഴൊക്കെ പാപത്തിൽ അകപ്പെടുന്നുവോ അപ്പോൾ ദൈവകോപം അവരോടൊപ്പം ഉണ്ടാകും എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നാം ഇവിടെ കണ്ടത്. സൗഖ്യത്തിനാവശ്യം കർത്താവിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയമാണ് സൗഖ്യത്തിന് അടിസ്ഥാനം. ന്യായപ്രമാണം പാപത്തെ രേഖപ്പെടുത്തുകയും അത് പാപമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നതായി നാം പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ യേശുമിശിഹായിലുള്ള വിശ്വാസവും ഏറ്റുപറച്ചിലും സകല പാപങ്ങളെയും മോചിക്കുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹാ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 9 പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പരിശുദ്ധനായ ശ്ലീഹാ ഇപ്രകാരം പറയുന്നു: നമ്മൾ പാപത്തിൽ നിന്നും പിന്മാറുകയാണ് ചെയ്യേണ്ടത് എന്ന് ആണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അത് നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അങ്ങനെയുള്ള വിശ്വാസം, ഏറ്റുപറച്ചിൽ ഒക്കെ നമുക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ട സമയമാണ് ഈ അവസരം. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തിന് തിരികെ കൊടുക്കുന്ന ഉറപ്പാണ്. കുഷ്ഠരോഗിയുടെ യാചനയിൽ യേശു പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞ് അവനെ തൊട്ടു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറിയതായി നാം ഇവിടെ കാണുന്നുണ്ട്. ആരും സ്പർശിക്കാത്ത ഒരുവനെ, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുത്തവനെ സ്പർശിക്കുന്ന ദൈവകരുണയാണ് നാം ഇവിടെ കാണുന്നത്. രക്ഷകനായ ക്രിസ്തു അവൻ്റെ കരുണയും
സഹാനുഭൂതിയും മൂലം അവൻ്റെ സ്പർശനത്താൽ രോഗം ഭേദമാക്കുന്നു. മോശ തൻ്റെ സഹോദരിക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുന്നതായി നാം സംഖ്യാപുസ്തകം 12:10 മുതൽ 15 വരെ വായിക്കുമ്പോൾ കാണുന്നു. എന്നാൽ അവൾക്ക് സൗഖ്യമാകുന്നത് 7 ദിവസങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആരാം രാജാവിൻ്റെ സേനാപതിയായ നയമാന് എലീശ പറഞ്ഞു കൊടുക്കുന്ന പ്രതിവിധി എന്ന് പറയുന്നത്, നീ യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക എന്നാണ്. പറഞ്ഞ് അതേ സമയത്ത് സൗഖ്യമായില്ല. എന്നാൽ കർത്താവ് തൊട്ട ഉടനെ തന്നെ സൗഖ്യമായി. അതാണ് ദൈവം തൻ്റെ ജനത്തിന് തിരികെ കൊടുക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പ് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ കരുണ എന്ന് പറയുന്ന ആ ആയുധം പുറത്ത് എടുക്കുന്നത്. അതായത് കരുണ നോമ്പ് കാലത്ത് മാത്രം പുറത്തെടുക്കുന്ന ഒരു ആയുധമാണെന്ന് വേണം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ. അതുകൂടാതെ വിശ്വാസം, നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എന്നതോ ഞായറാഴ്ചകളിലും മറ്റ് പുറത്തെടുക്കുന്ന ഒരു ആഭരണമായുമാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെ അല്ലാത്ത ഒരു ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കേണ്ടതുണ്ട്. നിയമത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ദൈവം ഉപദേശിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ 3-ാമത്തെ പോയിന്റ് നാം കാണുന്നത്. ലൂക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 5-ാം അധ്യായം 14 പറയുന്നത്, നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്നാണ് പുരോഹിതന്മാരെ കാണിക്കാൻ ആവശ്യപ്പെടുന്നത്. മോശയേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന പുരോഹിതന്മാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മോശയാണ് ഏറ്റവും വലിയവൻ എന്ന് യഹൂദന്മാർ കരുതിയിരുന്ന കാലമാണത് ആ അവസരം. മറ്റൊരു കാരണമായി പറയുന്നത്, കർത്താവിൻ്റെ മരണത്താലുള്ള വീണ്ടെടുപ്പ് പ്രവർത്തനം അപ്പോഴും ആയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ കാണിക്കുന്നതിനായി കർത്താവ് നിർദ്ദേശിക്കുന്നത്. ഇവിടെ നാം കണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ട്രസ്റ്റ് ഓഫ് ദി പേഴ്സൺസ് ടു ദി ഗോഡ്, ഒരു മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസം ആണ്. രണ്ടാമത്തത് ഗോഡ്സ് അഷുറൻസ് ടു ദി പീപ്പിൾ, ദൈവം തൻ്റെ ജനത്തിന് തിരികെ കൊടുക്കുന്ന ഉറപ്പാണ്. മൂന്നാമത്തത് അഡിഗറൻസ് ടു ദി പ്രസൻറ്റ് റൂൾ, നിയമത്തോട് പറ്റിച്ചേരുക എന്നുള്ളതാണ്. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പർശനത്തിൻ്റെ ഞായറാഴ്ച എന്നാണ് നാം ഇതിനെ അറിയുന്നത്. ഈ സ്പർശനത്തിൻ്റെ ഞായറാഴ്ചയിൽ നാം ഓരോരുത്തരും അപ്രകാരം ആ സ്പർശനത്തിന് വേണ്ടിയിട്ട്, ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ സ്പർശനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുകയും അതിന് പ്രകാരം നാം അവനിലേക്ക് അടുത്തു ചെല്ലുകയും ഈ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ നോമ്പ് പ്രയോജനമായി തീരുകയുള്ളൂ. ഈ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ നോമ്പിൻ്റെ 2-ാം ഞായറാഴ്ച എങ്കിലും നാം നമ്മെ തന്നെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് മുമ്പോട്ട് ജീവിക്കണമേ എന്ന എൻ്റെ അഭ്യർത്ഥനയിലൂടെ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.